Welcome to Winners Academy, Montessori Teachers Training Class, paper Communicative English. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഇത്ര സമയം പറഞ്ഞ മനസ്സിലല്ലേ? നെക്സ്റ്റ് വ്യത്യസ്ത തരം കമ്മ്യൂണിക്കേഷൻ, അതാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമുക്കറിയാം കമ്മ്യൂണിക്കേഷനെ പ്രധാനമായിട്ടും ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻടു ടു ടൈപ്സ്. കമ്മ്യൂണിക്കേഷൻ നമുക്ക് വിശാലമായ അർത്ഥത്തിൽ രണ്ടാക്കി തരംതിരിക്കാം. അതിലൊന്നാണ് എന്ത്? വെർബൽ ആൻഡ് നോൺ വെർബൽ. വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ? വെർബ് അതിൽ തന്നെയുണ്ട്. എന്താ വെർബ് എന്ന് പറഞ്ഞാൽ? വാക്ക്. വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനാണ് എന്താ പറയാ? വെർബൽ. മീൻസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസസ് റിട്ടൺ ഓർ ഓറൽ വേർഡ്സ്. ഇത് വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസസ് റിട്ടൺ, WRITTN, റിട്ടൺ ഓർ ഓറൽ വേർഡ്സ്. അപ്പൊ നമ്മൾ എന്താണ് എഴുതിയിട്ടോ അല്ലെങ്കിൽ എന്താണ് പറഞ്ഞിട്ടോ? ഉദാഹരണത്തിന് നമ്മളൊരു കാര്യം പറയുകയാണെന്ത്? ഹീസ് എ ടീച്ചർ. എന്ത് കമ്മ്യൂണിക്കേഷനാ? വെർബലാ. അതിൽ തന്നെ ഏതാണ്? എഴുതിയതാണ് അല്ലെ? അതിനെ കൊണ്ട് എന്ത് പറയാ? റിട്ടൺ. ഇനി അടുത്ത് നമുക്ക് പറയാം ഹീസ് എ ടീച്ചർ, ഹീസ് എ സ്റ്റുഡന്റ്, ഹീസ് എ ഡോക്ടർ. അതെന്താണ്? ഓറലാണ്. അപ്പം വെർബലാണ്. വെർബലിനെ തന്നെ രണ്ടായി തരംതിരിക്കാം. എന്താണ്? വെർബൽ കമ്മ്യൂണിക്കേഷൻ രണ്ടായിട്ട്, റിട്ടൺ എന്നും ഓറൽ എന്നും. യെസ്. വായി കൊണ്ട് നമ്മൾ പറയുമ്പോൾ അതിന് എന്തെന്ന് പറയാ? ഓറൽ. നമ്മൾ എഴുതി പറയുമ്പോൾ അതിന് എന്തെന്ന് പറയാ? റിട്ടൺ. യെസ്. എന്നിട്ട് ഓറൽ കമ്മ്യൂണിക്കേഷൻ നെറ്റിങ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ അപ്പൊ ഓറൽ കമ്മ്യൂണിക്കേഷന്റെ പ്രത്യേകത എന്താണ്? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഓറൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ക്യുക്ക്, QUICK, ക്യുക്ക് ആൻഡ്, ക്യുക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ക്യുക്ക് ആൻഡ് ലെസ്, LESS, ലെസ് കോംപ്ലിക്കേറ്റഡ്. പിന്നെ ഇതിന്റെ ഫീഡ്ബാക്ക് എന്താണ്? പെട്ടെന്ന് കിട്ടും. അടുത്ത പോയിന്റ് ആയിട്ട് ഇതാ ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. IMMEDIAT, ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക്. And clarification are possible. Clarification, CLARIFICATIONS, clarification are possible. അപ്പൊ നമ്മൾ അങ്ങോട്ട് പറയുന്നതും തിരിച്ചിങ്ങോട്ട് പറയുന്നതും ഒക്കെ എന്താണ്? വളരെ എളുപ്പത്തിലാകും. മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇനി എന്തെന്ന് പറയാ? ഓറൽ കമ്മ്യൂണിക്കേഷൻ. എന്നാ നമ്മൾ ഒരാൾക്ക് ഒരു എഴുത്ത് എഴുതി കൊടുത്താൽ എന്താണ്? അത് അവിടെ എത്തണം, അവര് പിന്നെ അത് തിരിച്ചെഴുതണം, എഴുതി രണ്ടാമത് ഇവിടെ എത്തണം. മറ്റേ നേരിട്ടാണ് വാക്ക്. അപ്പൊ ടെലിഫോണിലൂടെ ആണെങ്കിൽ അതേ സമയത്ത് നിങ്ങൾക്ക് എന്താണ്? അതിന്റെ മറുപടി കിട്ടുന്നുണ്ട്. യെസ്. ഇനി റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അടുത്ത റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. The written communication can be verified and corrected easily
where it is not easy, where it is not easy, where it is not easy to do, where WHERE, whereas it is not easy to do, easy to do, easy to do. So in case of oral communication, oral communication, അപ്പൊ എഴുതി നമ്മൾ തയ്യാറാക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് എന്തെന്ന് പറയാ റിട്ടൺ. എന്നാൽ അത് ഓറൽ കമ്മ്യൂണിക്കേഷനുള്ള അത്രത്തോളം എന്തല്ല, എളുപ്പമല്ല. യെസ്. ഇനി അടുത്ത നെക്സ്റ്റ് ഹെഡിങ് കൊടുക്കാം, എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ, നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുമ്പോൾ എന്താണ്, കോൺഫിഡൻസ് ഉണ്ടാവും. ഇതാണ് അപ്പൊ ഒന്നാമത്തേത്, ഒന്ന് കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഇതിന്റെ നേരിയത് എ പേഴ്സൺസ് ടോൺ, എ പേഴ്സൺസ് ടോൺ, ഒരു വ്യക്തിയുടെ ടോൺ, എ പേഴ്സൺസ് ടോൺ ഇൻഡിക്കേറ്റ്സ്, എ പേഴ്സൺസ് ടോൺ ഇൻഡിക്കേറ്റ്സ് his confidence, his confidence, his confidence. അപ്പൊ നിങ്ങളുടെ ടോണാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ പറയാണ് എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തി പറയുകയാണ്. മനസ്സിലായോ? അതിന് വേറെ കുറ്റക്കാരല്ല. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകണം, നിങ്ങൾ എന്ത് ചെയ്യണോ? സംസാരത്തിൽ കോൺഫിഡൻസ് ഉണ്ടാകണം, എന്ത് വേണോ? ടോണ് വേണം. ഇതാണ് ടോൺ. ഉദാഹരണത്തിന് എന്തെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറയൂ, എന്തെങ്കിലും പറഞ്ഞു. നമ്മൾ പഠിച്ചില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ സ്പോക്കൺ ഒക്കെ പറയാൻ പഠിച്ചില്ല. അങ്ങനെ നിർത്താൻ കുറെ അങ്ങ് പറഞ്ഞു. ആ ആ യെസ് ആ യെസ് സ്റ്റഡി ഇൻ വിദ്യാഭ്യാസ വിദ്യാലയം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് എന്തേ പറഞ്ഞോ? എന്തേ പറഞ്ഞാല്? യെസ് ആ ആ ആ ബൈ യെസ് ഓക്കെ ഓക്കെ യെസ് എന്തേ പറഞ്ഞോ? ജസ്റ്റ് നമ്മൾ പറയാ കോൺഫിഡൻസ് ഉണ്ടാക്കാനാ. മൈ നെയിം ഈസ് ഫാത്തിമ ദിൽന ബേപ്പൂർ. മീൻസ് എന്താ? മൈ നേറ്റീവ് പ്ലേ. യെസ് മീൻസ് എന്താ? പിന്നെ മൈ ഹൗസ് നെയിം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ. മൈ ഹൗസ് നെയിം ഈസ് യെസ് ഓക്കെ ശരി. യെസ്. അപ്പൊ ഒന്നും വേണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഭാഷ സംസാരിക്കാനുള്ള ഏറ്റവും വലിയൊരു ഇതാണ് ടോണ്. ഇതാണ്. അപ്പൊ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഒക്കെ ആകുമ്പോൾ എങ്ങനെ സംസാരിക്കണോ? നല്ല ലൗഡ്ലി വോയിസിൽ. മനസ്സിലാ? പ്രത്യേകിച്ച് 40 കുട്ടികളുണ്ടാകുമ്പോൾ 40 കുട്ടികൾ എന്തിലെത്തണോ? ചെവിയിലെത്തണം. പിന്നെ നിങ്ങൾ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കുട്ടികളുടെ ഈ ഹിയറിംഗ് പ്രോബ്ലം ഒന്ന് പരിശോധിക്കണം. കേൾക്കാത്ത കുട്ടികളുണ്ട്, അവരൊക്കെ എന്ത് ചെയ്യണോ? കേൾക്കാത്ത കുട്ടികളെന്നല്ല, കേൾക്കാന്ന് വെച്ചാൽ കേൾവി കുറവുള്ളവരുണ്ടാവും. അപ്പൊ അവരൊക്കെ ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യണോ? ഇരുത്തണം. എന്നിട്ട് അറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ക്ലാസ് എടുക്കാൻ പാടും. അപ്പൊ നമ്മൾ സൗണ്ട് എടുത്താൽ തന്നെ നമുക്ക് എന്ത് വന്നു? കോൺഫിഡൻസ് വന്നില്ലേ? മനസ്സിലല്ലേ? ആ ടോണാണ്, ടോണിനാണ്. ഒരു പാട്ട് നിങ്ങൾ ആസ്വദിക്കുന്നത് എങ്ങനെയാ? ഒരു പാട്ട് നിങ്ങൾ ആസ്വദിക്കുന്നത് എങ്ങനെയാ? എങ്ങനെയാ? വോയിസ് ആണ്. എങ്ങനെ എന്നാ ഒരു വോയിസിൽ ഒരു പാട്ട് പാട്. കഴിഞ്ഞ ക്ലാസ് പാടിയിട്ടുണ്ട് അല്ലേ? അത് തന്നെ പഠിക്കും. അടുത്താളും രണ്ടുപേരും ഓർമ്മിച്ച് വെച്ചോ. ഇതൊക്കെ നിങ്ങളെ കോൺഫിഡൻസിലേക്ക് നമ്മൾ ടീച്ചറായി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ആയവർ വീണ്ടും എന്താക്കുകയാണ്? എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുക. ഏത് ഇഷ്ടമുള്ളത് നിങ്ങളെ കോൺഫിഡൻസ് ആണ് നോക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, നിങ്ങൾ ഗായികയാണോ? ആർ യു സിംഗർ? യെസ്, ഐ എം നോട്ട് എ സിംഗർ ബട്ട് ഐ എം എ സിംഗർ. മനസ്സിലായോ? ഐ എം നോട്ട് എ സിംഗർ ബട്ട് ഐ എം എ സിംഗർ. ഞാനൊരു സിംഗർ അല്ല, പക്ഷെ ഞാൻ ആരാണ്? ആ പാട്ട് പാടുന്നു. എന്തുകൊണ്ട്? വൈ? ഐ ഹാവ് പ്ലെന്റി ഓഫ് കോൺഫിഡൻസ്. എനിക്ക് എന്തുണ്ട്? കോൺഫിഡൻസ് ഉണ്ട്.
അല്ലെ? ഇപ്പൊ നിങ്ങൾ പറയാ എന്താണ്, ഐ ഗോ ടു കാലിക്കറ്റ്. ഹാവ് യു എക്സ്പീരിയൻസ്ഡ്? കോഴിക്കോട് പോയി പരിചയം ഉണ്ടോ? നോ. എന്താണ്, ഐ ട്രൈ ടു ഗോ ടു കാലിക്കറ്റ്. യെസ്, എല്ലാം നമ്മളാണ് ഉണ്ടാക്കുന്നത്, മനസ്സിലല്ലേ? അതാണ് നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അസാധ്യമായിട്ടൊന്നും നിങ്ങൾക്ക് പറ്റിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് പറ്റും. നിങ്ങളൊരു കാര്യങ്ങൾ പറയാം, എനിക്ക് പറ്റിയില്ല കേട്ടോ. അതിന്റെ അർത്ഥം എന്താ? 100% നിങ്ങൾക്ക് അതിൽ എക്സ്പേർട്ട് ആകാൻ പറ്റും എന്നുള്ളതാണ് ആ പറഞ്ഞ പണി. യെസ്, ഇതൊക്കെ ലാംഗ്വേജ് ആക്ടിവിറ്റീസിന്റെ ഭാഗമാണ്. ആ മലയാളത്തിൽ പഠിയാൽ മതി. ഓക്കെ, എക്സലന്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ഐഡിയ സ്റ്റാർ സിംഗർ പാടാൻ പോകാനല്ല, നിങ്ങൾക്ക് പഠിക്കാം. ഞാൻ ആരാണ്? സിംഗർ. പഠിക്കാം. ടീച്ചർ കൂടുതൽ എക്സ്പേർട്ട് ആകണം അല്ലേ? പഠിക്കോ. ഓ മതി, അത് ഈണത്തിൽ പാടിയാൽ മതി എന്നുള്ളൂ. ഈണത്തിൽ ചൊല്ലുക, പാടുക നല്ല ഈണത്തിൽ ചൊല്ലുക. ആ ആ ആ അപ്പൊ അവിടെ എന്താണ്? കോൺഫിഡൻസ് ലേശം എടുത്ത ഐഡിയ നഷ്ടപ്പെട്ടത്. നനഞ്ഞ അവിടെ എത്തുമ്പോ എന്താണ്? എന്തോ ഒരു കോൺഫിഡൻസ് നഷ്ടം അല്ലേ? അതൊന്നുകൂടി ടോൺ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്താക്കിയാൽ മതി? അതൊന്ന് വരി ഒന്ന് പാട്. വരി തന്നെ. അതെ, എന്തോ ഒരു സ്പീഡോ വെലോസിറ്റി എന്തോ പറയാ അല്ലേ? പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു. അവിടെ എന്ത് ചെയ്യണോ? പിച്ച് കൂട്ടണം നമ്മൾ, മനസ്സിലായില്ലേ? ചില സ്ഥലത്ത് നമുക്ക് എന്താണ്, അടിപതർന്ന് നോക്കുമ്പോ പിച്ച് ആസ്വദിക്കണ്ടേ, മനസ്സിലല്ലേ? അപ്പൊ അവിടെ എന്ത് കിട്ടി? നമുക്ക് ടോണ് കിട്ടി. ടോൺ എന്തിലേക്ക് നയിച്ചു? കോൺഫിഡൻസ്. ഇതാണ് പാടിക്ക. വെറുതെ അപ്പോൾ നാളെ പറയേ ഒരു പാട്ട് പാട് കല്യാണം കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സില് പോയി ഇതില് പാട്ടൊക്കെ ഉണ്ട്, എന്താ അടുത്ത ക്ലാസ്സിലാകുമ്പോ ഇതിൽ അങ്ങനെ തീരുമാനിച്ചാ നമ്മളിങ്ങനെ ആകുക. ആക്ടിവിറ്റീസ് നമ്മളിങ്ങനെ എന്താകുകയാണ് കൂടുതല്. അതിന് പാടിക്കോ. ഒരു പറഞ്ഞാ മതി, പാടണ്ട. പറഞ്ഞോ, ഒരു 2 വരിയാണെന്ന് പറഞ്ഞോ. ഈ കുറവുള്ളവരായി എന്താണ് ഏറ്റവും കൂടുതൽ ഉത്സാഹമുള്ളവര്? പറഞ്ഞോ. പറഞ്ഞാ മതി, പാടണ്ട. പറഞ്ഞോ. ലാംഗ്വേജ് ആക്ടിവിറ്റീസിന്റെ ഒരു ഭാഗമായിരുന്നു. അല്ല, പാടണ്ട, പറഞ്ഞാ മതി. ഏതെങ്കിലും ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒരു വരി പറഞ്ഞാ മതി. അപ്പോൾ പാട്ടേ അറിഞ്ഞൂടാ. അറിഞ്ഞൂടെ? കരയാനും പിരിയാനും എന്നൊക്കെ അറിയാം. കരയാനും പിരിയാനും കഥ പറഞ്ഞിരിക്കാനും നീയല്ലാതെ ആരുമില്ല. അതന്നെ, കരയാനും പിരിയാനും മനം. അതന്നെ, അറിഞ്ഞൂടാ. ഇന്നേവരെ മാപ്പിളപ്പാട്ട് കേട്ടിട്ടില്ലേ? അത് ഓർമ്മയില്ല? ഒറ്റയൊന്നും ഓർമ്മയില്ല? ഓർമ്മയുണ്ട്, കുറവാണല്ലേ? ഈ കുറവാണ് പോയാൽ എന്തായി? കോൺഫിഡൻസ് ആയി. മനസ്സിലായില്ലേ? അടുത്ത ക്ലാസ്സിൽ 2 കവിത എന്തെങ്കിലുമൊക്കെ പഠിച്ചു വരണം കേട്ടോ. ഇവർക്ക് അടുത്ത ക്ലാസ്സിൽ മുങ്ങണ്ട. ക്ലാസ്സിൽ യെസ്, ഓക്കെ. ഇതാണ് ടീച്ചേഴ്സ് ട്രെയിനിങ്, മനസ്സിലല്ലേ? ഇതൊക്കെ നമ്മൾ എന്താണ്, നമ്മളിലെ കുറവുകളും ഇതൊക്കെ മാറി നമ്മൾ ആരെയും മാറിയാണ് ടു ബിക്കം എ ടീച്ചർ. യെസ്, ഇത് പരീക്ഷയ്ക്കല്ല പ്രാധാന്യം. പരീക്ഷകൾ എന്തായാലും പാസ്സാവും, 1 വേർഡ് ഇത് ആക്കിയുള്ള. പക്ഷെ നമ്മൾ ആരെയും മാറണോ? ഇപ്പൊ നിങ്ങളെ നല്ലൊരു തെങ്ങ് കയറാൻ പഠിപ്പിച്ചു, എന്നിട്ട് നിങ്ങളൊക്കെ തരുന്നത് എന്താണെന്നറിയോ? കവുങ്ങ് കയറാനാണ്. നിങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? തെങ്ങ് കയറാനാണ്. അപ്പൊ നാളെ നിങ്ങൾ ചെയ്യേണ്ട ജോലി എന്താണെന്നറിയോ? കവുങ്ങ് കയറാനാണ്.
അപ്പൊ അവിടെ കോമൺ സെൻസ് ഉപയോഗിച്ചാ പോരെ? വലിയതാളെ ചെറുതാക്കിയാൽ എന്തായ കവുങ്ങുകാരിക്കൂടെ? ഇനി വേറൊരാളോട് പറഞ്ഞ പന കയറാനാ, ഓരെന്താക്കിയാൽ അതിനെ വലുതാക്കിയ പോരെ? യെസ്. അപ്പൊ ഇവിടെ നമ്മൾ പലതിനും നമ്മൾ ഉപയോഗിക്കേണ്ട എന്താണ്? കോമൺ സെൻസ്. യെസ്. രണ്ടാമത്തെ ഫ്ലുവൻസി. ഫ്ലുവൻസി. അപ്പൊ കോൺഫിഡൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൂടും? ഫ്ലുവൻസി കൂടും. ഒഴുക്കോട് കൂടി പറയാം. അപ്പൊ നമ്മളില്ല നേരത്തെ നിങ്ങളോട് പറയുന്നത് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ആൻഡ് മൈ principal teachers and my dear friends, now I am standing in front of you and speak some words about the Independence Day. Today is a magnificent day and fantastic. So we are get together. We are very enjoyed. It's a very salient and prominent day, especially related to our country. മനസ്സിലായില്ലേ? മുഴുകിയതാണ് അല്ലാണ്ട് ടുഡേ ഈസ്. അപ്പൊ നമ്മൾ എഡിയോ പോയിട്ട് അന്വേഷിക്കാം. മനസ്സിലല്ലേ? അപ്പൊ ഒറേറ്ററി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള എന്താണ്? ഓറലായിട്ട് വരണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഇതൊക്കെ എന്താണ്? നമ്മളുടെ എന്താണ്? ഫ്ലുവൻസി, ഒഴുക്ക് എന്ന് പറയുന്നത് ഉള്ളിലുണ്ട്. ആ ഉള്ളിലുള്ളതിന് എന്ത് കൂട്ടിയാൽ മതി? ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറ. ഒന്നിച്ച് പറ. അല്ലല്ല, വാട്ട് ഈസ് യുവർ നെയിം മലയാളാണ്. ഒന്ന് സ്പീഡ് കൂട്ടിയനി, കുറച്ചുകൂടി സ്പീഡ് കൂട്ട്, കൂടി കൂട്ട്. യെസ്, അതാണ്. യെസ്. അപ്പൊ ഒരു ഫ്ലുവൻസി ആയി കഴിയുമ്പോൾ അതിന്റെ എന്തിലായി? ബ്ലെൻഡി സ്റ്റൈലിലേക്ക് എത്തി. യെസ്. അപ്പൊ അടുത്താണ് ഫ്ലുവൻസി. എഴുതിക്കോളൂ. ഫ്ലുവൻസി ഓഫ് വേർഡ്സ് and ideas. Fluency of words and ideas. Aids, ADDS, aids. Beauty in one's speech. Beauty in one's speech. ഒരാളുടെ സ്പീച്ചിന് സൗന്ദര്യം നൽകുന്നത് എന്താണ്? ഫ്ലുവൻസിയാ. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്തുണ്ട്? ലാംഗ്വേജ് ഫ്ലുവൻസി ഉണ്ട്, ലാംഗ്വേജ് ബ്യൂട്ടി ഉണ്ട്. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിലവിലുള്ള നിങ്ങളുടെ ആ സ്പീച്ച് സ്റ്റൈൽ എന്ത് കൂട്ടിയാൽ മതി? ഫ്ലുവൻസി വരുത്തിയാൽ മതി. എന്ന് വെച്ചാൽ പറയുന്നത് അതിൻ്റെതായ ഒഴുക്കോട് സംസാരിക്കാം. വാട്ട് ഈസ് യുവർ നെയിം എന്ന് പറയുന്നതിന് പകരം എന്ത് ചെയ്യാം? വാട്ട്സ് യുവർ നെയിം, ഹൗ ആർ യു, വാട്ട് അബൌട്ട് യു സേ, ഓക്കെ വി ക്യാൻ സീ വേർ ടു, ദെൻ വേർ ഗോയിങ് ല്ലേ? അങ്ങനെ നമ്മൾ എന്താണ് ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിങ്ങനെ ഇതാക്കി വരുമ്പോ അതെന്തായി മാറുന്നു? സ്പീഡിൽ നമ്മള് മലയാളം ചിന്തിച്ചാൽ മതി. നമ്മൾ ഒരാളോട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നേരത്തെ പറഞ്ഞില്ല, അങ്ങനെ പറയോ? ഇല്ല. എന്താ പറയാ? നിങ്ങളെ കൂടെ പോന്നേ. മനസ്സിലല്ലേ? അതാണ് അതിന്റെ സ്പീഡ്. അതേപോലുള്ള സ്പീഡ് എന്ത് ചെയ്യണം? നമ്മൾ ഇംഗ്ലീഷിൽ ഉണ്ടാക്കാം ഫ്ലുവൻസി. അടുത്ത മൂന്നാമത്താണ് ഗ്രാമർ. പിന്നെ ഒരു ഭാഷയാകുമ്പോൾ അത് നമ്മൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? ഗ്രാമർ. എന്താ ഗ്രാമർ എന്ന് പറഞ്ഞാൽ? വ്യാകരണം. അപ്പം വ്യാകരണം തെറ്റിയാൽ എന്താണ്? ഭാഷ എന്താകൂ? തെറ്റും. ഫോർ എക്സാമ്പിൾ, ഈറ്റ്സ് മാംഗോ രാമു. എന്താണ്? ഈറ്റ്സ് മാംഗോ രാമു. ശരിയാണോ? ഇത് കഴിഞ്ഞ ക്ലാസ് പഠിച്ചു. എന്താണ് ഇതിന്റെ കറക്റ്റ്? രാമു ഈറ്റ്സ് മാംഗോ. ഇനി രാമു ഒരു മാങ്ങയാണ് തിന്നെങ്കിലോ? രാമു ഈറ്റ്സ് എ മാംഗോ. അല്ലാത്തടത്തോളം രാമു ഈറ്റ്സ് മാംഗോ എന്നുള്ളതാണ് ശരി. കാരണം രാമു എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, സിംഗുലർ സബ്ജക്റ്റ് ആണ്. സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ വെർബിന്റെ അവസാനം എന്ത് ചേർക്കണം? എസ് ഫോം ചേർക്കണം. അപ്പൊ എന്താണ്? മാംഗോ. ഇനി മാംഗോ ഈറ്റ്സ് രാമു എന്ന് വരുമോ? ഇല്ല. കാരണം എന്താണ്? മാംഗോ എന്ന് പറയുന്നത് എന്തല്ല? അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു സെന്റൻസിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായി തരംതിരിക്കാം. സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഇല്ലേ? ആരെ പറ്റിയാണോ അഥവാ എന്തിനെ പറ്റിയാണോ പറയുന്നത് അതിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയാം. ടു ഹും ഓർ വാട്ട് അബൌട്ട് വി സേ ദാറ്റ് ഈസ് കോൾഡ് സബ്ജക്റ്റ്. അപ്പൊ രാമുവിനെ പറ്റി ആദ്യം തന്നെ പറയണം. രാമു എന്ത്? ഈറ്റ്സ് മാംഗോ. അപ്പോഴാണ് അത് എന്താകുന്നുള്ളൂ. അത് നിങ്ങൾ പറയുമ്പോ രാമു ഈറ്റ്സ് മാംഗോ അങ്ങനെയാണോ പറയണ്ടേ? ഇങ്ങനെ പറയാ, രാമു ഈറ്റ്സ് മാംഗോ. ഇതാണ് രാമു ഈറ്റ്സ് മാംഗോ. യെസ്. നിങ്ങൾ പറയാ ഇന്ത്യൻ. നിങ്ങൾ പണ്ട് പ്രതിജ്ഞ പഠിച്ചില്ലേ? അതൊന്ന് പറഞ്ഞിരി, ഉറക്കെ പറയൂ. പറഞ്ഞോ? ഓൾ ബ്രദേഴ്സ്. നിർബന്ധമായിട്ട് പഠിച്ചേക്കണേ കേട്ടോ. യെസ്. എന്താ ഒന്നിട്ട് പറ. ഇന്ത്യ ഈസ് മൈ കൺട്രി.
ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഐ ലവ് മൈ കൺട്രി അല്ലെ? യെസ്. അതെങ്ങനെ ഒന്ന് സ്പീഡ് പറയൂ, ഇംഗ്ലീഷ് സ്റ്റൈലിൽ പറയൂ. ഇന്ത്യ ഈസ് മൈ കൺട്രി. അതിനൊന്ന് ഫ്ലുവൻസി ആക്കി എന്താകൂ? ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഐ ലവ് മൈ കൺട്രി. യെസ്, അതാണ്. ആ സ്റ്റൈലാക്കി പറയേണ്ട ഭാഷയാണ് എന്ത്? ഇംഗ്ലീഷ്. കാരണം ആരുടെ ഭാഷ? സ്റ്റൈലന്മാരുടെ ഭാഷയാണ്. സ്റ്റൈലന്മാരാണല്ലോ അവര്. ലോകത്തെ മുഴുവൻ എന്താണ് അടക്കി ഭരിച്ച് സ്റ്റൈലാക്കി നടന്നവരാണ് ആര്? ഇംഗ്ലീഷുകാര്. അപ്പൊ സ്റ്റൈലന്മാരുടെ ഭാഷ എങ്ങനെ തന്നെ പറയണോ? സ്റ്റൈലാക്കി തന്നെ പറയണം. നിങ്ങൾ ഗാന്ധിജിനെ പറ്റി ഒരു കാര്യം പറയാണ്, ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെ പറ്റി പറയാം. ഗാന്ധിജി കുട്ടിക്കാലത്ത് എന്താണ്, ഗാന്ധിജിനെ പറ്റി വലിയ മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗാന്ധിജിക്ക് ഒരുപാട് എന്ത് കിട്ടിയിരുന്നു? സമ്മാനങ്ങളും അവാർഡുകളും ഒക്കെ കിട്ടിയിരുന്നു അല്ലെ? അതിനെ പറ്റിയാണ്. ആസ് എ സ്റ്റുഡന്റ് ഗാന്ധിജി had no high regard for his own ability. He used to wonder how he won prizes and scholarship. എങ്ങനെയാണ് ഞാൻ പ്രൈസ് സ്കോളർഷിപ്പ് നേടിയെന്ന് അയാൾ എന്നെ അത്ഭുതപ്പെട്ടു അല്ലെ? അതെങ്ങനെ നമ്മൾ ഫ്ലുവൻസി പറയും? As a student Gandhiji had no high regard for his own ability. He used to wonder how he won prizes and scholarship. സ്റ്റൈലാണ്. എന്താണ് സ്റ്റൈൽ? ആ സ്റ്റൈല് ഏത് സ്റ്റൈല്? നമ്മൾ വെറുതെ ഇങ്ങനെ സ്റ്റൈലല്ല ഇങ്ങനെ പറയാ. എന്നാ സ്റ്റൈലാക്കി പറഞ്ഞാൽ പോരെ അല്ലെ? ചിലർ പറയും ഇംഗ്ലീഷ് പറയാൻ ഒറ്റ വിദ്യയുണ്ട്, ചൂടുള്ള ചേമ്പെടുത്ത് വായിൽ വെച്ചാൽ മതി. പക്ഷെ അന്നേരം പ്രൊനൗൺസിയേഷൻ തെറ്റിയാൽ വേറെ ആ വാക്കായിപ്പോ അന്നേരം അതിന്റെ അർത്ഥം എന്താകൂ? വേറെ ആയിപ്പോ. നമ്മൾ ആ വാക്കിനെയാണ് ഫ്ലുവൻസിയിലേക്ക് നയിക്കേണ്ടത്. As a student, Gandhiji had no high regard for his own ability. He used to wonder how he won prizes and scholarship. നേരത്തെ നമ്മൾ പറഞ്ഞ ഏതാണ്? മലയാളല്ലേ? As a student, Gandhiji had no high regard for his own ability. He used to wonder how he won prizes and നിങ്ങളെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം എന്താ അറിയോ? ചെറിയ പ്രായത്തിൽ നിങ്ങളെ സ്കൂളിൽ നിന്നൊക്കെ പഠിപ്പിച്ച മലയാള സ്റ്റൈലിലാണ്. ഇപ്പോഴാണ് നമ്മുടെ ഇംഗ്ലീഷ് എന്തായി മാറിയത്? ഇംഗ്ലീഷ് അധ്യാപകർ തന്നെ ഇംഗ്ലീഷ് എടുക്കണം എന്നുള്ള നിയമം വന്നത്. മറ്റേത് ഹിസ്റ്ററി എടുക്കുന്നവരോ അറബി എടുക്കുന്നവരോ ഉറുദു എടുക്കുന്നവരോ ആരാണോ ഫ്രീ ആയിട്ടില്ല ഓല് പോയിട്ട് എടുത്തോന്നാ പറയാ. അപ്പൊ അവർക്ക് ഗ്രാമർ അറിയേണ്ടായിൽ എന്താണ് കാരണം പ്രൊനൗൺസിയേഷൻ അറിഞ്ഞൂടാ, ഓല് തോന്നുന്നവരെ എന്ത് ചെയ്യൂ പറഞ്ഞു. അപ്പൊ അവിടെയാണ് നമ്മൾ പറയുന്നത് ഫ്ലുവൻസി. നെക്സ്റ്റ്, അപ്പൊ ഗ്രാമർ എന്താണ്? ഇമ്പോർട്ടന്റ് അല്ലേ? ആണോ? യെസ്, എഴുതിക്കോളൂ. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് it is true that one should not be very much conscious, conscious conscious about grammar while speaking. അപ്പൊ അവിടെ നമ്മൾ സംസാരിക്കാൻ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഗ്രാമർ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ സ്പോക്കൺ ആയാലും റിട്ടൺ ആയാലും ഏതായാലും ഗ്രാമർ അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ വേർ ആർ യു ഗോയിങ് എന്നല്ലേ പറയുന്നത്, അതിന്റെ സ്പോക്കൺ എന്താ? പറ്റുന്ന എവിടേക്കുന്നാ? അവിടെ ഗ്രാമർ ഉണ്ട്. കറക്റ്റ് ആണ്, മനസ്സിലായി? അപ്പൊ ഏത് പറയുമ്പോഴും അതിന് എന്ത് ഫോളോ ചെയ്യുന്നുണ്ടാവും? ഗ്രാമർ. യെസ്, അപ്പൊ അത് ഗ്രാമറിന് പ്രാധാന്യമുണ്ട്. അടുത്ത ഇനി ഒരു ആധികാരിക ഭാഷ നമ്മൾ എഴുതുമ്പോൾ കൃത്യമായ ഗ്രാമർ വേണ്ടേ? യെസ്, അടുത്ത് എഴുതിക്കോളൂ. പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം. PRONUNCIATION, പ്രൊനൗൺസിയേഷൻ. ഇത് പ്രൊനൗൺസിയേഷൻ എന്ന് പറയരുത് കേട്ടോ. എന്താ വായിക്കേണ്ടത്? പ്രൊനൗൺസിയേഷൻ. എന്താ പറയണ്ടേ? പ്രൊനൗൺസിയേഷൻ. യെസ്, പ്രൊനൗൺസിയേഷൻ. എന്താ പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാ? ഉച്ചാരണം. ഇത് എഴുതിക്കോളൂ. കറക്റ്റ് pronunciations produces proper meaning of a word. രണ്ടാമതൊരു പോയിന്റ്. ഇനി അതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാലോ? പ്രൊനൗൺസിയേഷനിൽ ചെറിയ വ്യത്യാസം വന്നാൽ അർത്ഥം എന്താകൂ? മാറും. എഴുതിക്കോളൂ. വേർഡ് and a slight, നേരിയ, and a slight, SLIGHT, and a slight change
and a slight change in articulation. Articulation എന്ന് പറഞ്ഞാൽ ഉച്ചാരണം. In articulation, ARTICULATION, articulation changes a lot in the meaning. A lot in the meaning. ഉദാഹരണത്തിന് CAT എന്താണ് ഉച്ചരിക്കുക? ഇത് കാറ്റ് എന്ന് വായിച്ചാലോ? ദാറ്റ് ഈസ് എ കാറ്റ്. തെറ്റാണ് അല്ലേ? യെസ്. അങ്ങനെ ഓരോ വാക്കുകളുണ്ട്. ആ വാക്കുകൾ നമ്മൾ ഉച്ചരിക്കേണ്ട രീതിയിൽ അല്ലെങ്കിൽ ഉച്ചരിക്കുന്ന എന്താണ് അതിന്റെ അർത്ഥം മാറിപ്പോകും. അപ്പൊ ഉച്ചരിക്കേണ്ടത് പോലെ എന്ത് ചെയ്യണം? ഉച്ചരിക്കണം. അതാണ് ഗ്രാമറില് പ്രൊനൗൺസിയേഷനിൽ വരുന്നത്. അടുത്ത അഞ്ചാമത്തെ ദ ബോഡി ലാംഗ്വേജ്. ദി ബോഡി ലാംഗ്വേജ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരഭാഷ കൃത്യമായിരിക്കണം. മനസ്സിലായി? എങ്ങനെ ഇപ്പോൾ സംസാരിക്കുമ്പോൾ എങ്ങനെയൊന്നും നിന്നിട്ട് വർത്താനം നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാ വർത്താനം പറയും? അതെ, ഇങ്ങനെ. ചില അധ്യാപകരൊക്കെ ഉണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ഡെസ്കിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് സംസാരിക്കുക, ക്ലാസ് എടുക്കുക. അയാൾക്ക് ടീച്ചിങ് മെത്തഡോളി അറിഞ്ഞുകൂടാന്നാണ്. ചെയറിലിരിക്കാം, ചെയറിലിരുന്ന് സംസാരിക്കും. ഇനി വേണ്ടി വന്നാൽ എന്ത് ചെയ്യുക? ഒരു ബെഞ്ചിൽ ഇരുന്നിട്ട് ഇതാക്കാം. ഒരിക്കലും ഡെസ്കിന്റെ മുകളിൽ ഇരുന്നിട്ട് ഇതാക്കണം. അതേപോലെ തന്നെ കാലിങ്ങനെ എന്ത് ചെയ്യുക? വേറെ എന്തിന്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് സംസാരിക്കാം. സോ അതൊക്കെ എന്താണ്? എറർ ബോഡി ലാംഗ്വേജ് ആണ്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരഭാഷ എന്തായിരിക്കണോ? ക്ലിയർ ആയിരിക്കണം. യെസ്, ഓക്കെ, എഴുതികളൂ. ഈവൻ ഇൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഈവൻ ഇൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഈവൻ ഇൻ വെർബൽ കമ്മ്യൂണിക്കേഷൻ ബോഡി ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ് ഇംപ്ലൈസ്, ഇംപ്ലൈസ് IMPLIES, ഇംപ്ലൈസ് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുന്നു. ഇംപ്ലൈസ് എ ലോട്ട്, എ ലോട്ട് എന്ന് പറഞ്ഞാൽ ധാരാളം, എ ലോട്ട് ഓഫ് തിങ്സ്. അപ്പൊ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് എന്താണ്? ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. മനസ്സിലല്ലേ? അപ്പൊ അത് നെഗറ്റീവ് ആകാ പോസിറ്റീവ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിക്കുന്നതിനനുസരിച്ചുള്ള ബോഡി ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യാറോ? കാണിക്കാൻ പാടുള്ളൂ. യെസ്. അപ്പം ബോഡി ലാംഗ്വേജിന് ഏറ്റവും പ്രാധാന്യം. അപ്പൊ ഏതൊക്കെയാണ് എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷന്റെ 5 എലമെന്റ്സ് ഏതൊക്കെയാ? ഒന്ന് കോൺഫിഡൻസ്, ഫ്ലുവൻസി, ഗ്രാമർ, പ്രൊനൗൺസിയേഷൻ, ബോഡി. യെസ്. അതിനൊരു പിക്ചർ അയക്കാളിയാ. ഇത് നിങ്ങൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ റെക്കോർഡിലാണ് എഴുതേണ്ടത്. ഇങ്ങനെ ഒരു റൗണ്ട് വരയ്ക്കാം. റൗണ്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ റൗണ്ട് വേറെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് എഴുതാം. അപ്പൊ എത്ര എലമെന്റ്സ് ഉണ്ട്? 5 ഇതാക്കിയിട്ട് ഇതിനെ മാറ്റാം. റെക്കോർഡിലെ പിക്ചറുകളൊക്കെ നല്ല കളറുകളൊക്കെ വെച്ച് നന്നായിട്ട് വരച്ചോളാം. ഇത് ഒന്നാമത്തെ ഒന്ന് ഓർഡർ ആയിട്ട് ആയിരിക്കുള്ളൂ. വലത്ത് ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ആയിരിക്കുള്ളൂ. സെന്ററിൽ ചെറിയൊരു വൃത്തത്തിൽ ബോഡി ലാംഗ്വേജ് എന്നില്ല. ഇതിന് ഇവിടെ 2 ഇത് വാങ്ങണേ റെക്കോർഡ്. എന്നിട്ട് ഇവരെ കുറച്ച് എഴുതിയിട്ടുണ്ട്. ഇതോടെ നോക്കി എഴുതിയെടുക്കണം കേട്ടോ. ഓർഡർ ആയിട്ടായിരിക്കുള്ളൂ. ഏതൊക്കെയാണ്? കോൺഫിഡൻസ്, ഇതിൽ കോൺഫിഡൻസ് വരും, ഫ്ലുവൻസി വരും, ഗ്രാമർ വരും, പ്രൊനൗൺസിയേഷൻ വരും, സോറി സെന്ററിൽ ബോഡി ലാംഗ്വേജ് അല്ലേ വരും കേട്ടോ. എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ ബോഡി ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ്. അപ്പൊ നല്ല വൃത്തിയിൽ നന്നായിട്ട് വരച്ച 5 ലെയറുകളാക്കി ഓരോ ലെയറുകൾക്ക് ഓരോ കളർ കൊടുത്തിട്ട് നിങ്ങൾക്ക് റെക്കോർഡിൽ മൾട്ടിപ്പിൾ കളറുകൾ ഉപയോഗിക്കാം. ഒരു സ്കെച്ച് പെന്നിന്റെ സെറ്റ് എന്തെങ്കിലും വാങ്ങിക്കോളാം. നല്ല
അപ്പൊ ഇതൊക്കെ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ഹെഡിങ് കൊടുക്കുക, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വാക്കാലല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. സംസാരിച്ചൂടെ? ഒരു വാക്കും ഉപയോഗിക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്, സംസാരിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ, ലിസൺ ചെയ്യാം. ഒരക്ഷരം ഞാൻ സംസാരിച്ചില്ല അല്ലേ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എന്ത് ചെയ്യാം, ആംഗ്യങ്ങളിലൂടെ സംസാരിക്കാൻ പറ്റും. യെസ്. അപ്പൊ അതിനൊരു പരിധിയുണ്ട് അല്ലെ, ഒരു പരിധിയുണ്ട്. മൊത്തം നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. യെസ്, എഴുതിക്കോളൂ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എഴുതാം. ഇതേതാ? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ യൂസസ് ലെസ് വേർഡ്സ്. Less words, less words. It involves ഒന്ന് നമ്മൾ കാണണം അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, അത് കണ്ടിട്ടില്ലെങ്കിൽ നിൽക്കാൻ പറ്റുമോ? സിറ്റ് ഡൗൺ. സിറ്റ് ഡൗൺ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ കണ്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്താ കാണിക്കുന്ന ആക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിനെ പറയും വിഷ്വലൈസിങ്. ഇതൊക്കെ വിഷ്വലൈസിങ്, VISUALISING, വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്. കാണുകയും വേണം, നമ്മൾ എന്താക്കുകയും വേണം, നിരീക്ഷിക്കുകയും വേണം എന്താണ് എന്ന് കൃത്യമായി. ആൻഡ് ഒബ്സർവിങ്, OBSERVING, ഒബ്സർവിങ്. ആൻഡ് ഇൻക്ലൂഡിങ് ഇതിൽ ഉൾപ്പെടുന്നു ബോഡി മോഷൻ, നമ്മുടെ ശരീരത്തിന്റെ ചലനം. ബോഡി മോഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകള്, CHRACTERISTICS, ക്യാരക്ടറിസ്റ്റിക്സ്, ക്യാരക്ടറിസ്റ്റിക് ഓഫ് അപ്പിയറൻസ്. നമ്മളെ ഇത് പെരുമാറ്റം ഉണ്ടല്ലോ, അപ്പിയറൻസ്, ക്യാരക്ടറിസ്റ്റിക് ഓഫ് അപ്പിയറൻസ്, വോയിസ് ആൻഡ് ഡിസ്റ്റൻസിങ്, അകലം ആൻഡ് ഡിസ്റ്റൻസിങ്, DISTANCING, ഡിസ്റ്റൻസിങ്. എന്നിട്ട് അടുത്ത ഹെഡിങ് എഴുതാം. വി മേ കാറ്റഗറൈസ്, നമുക്ക് ഇതിനെ തരംതിരിക്കാം. വി മേ കാറ്റഗറൈസ് the elements of body language. We may categorize the elements of body language. ബോഡി ലാംഗ്വേജിന്റെ ഘടകങ്ങളെ നമുക്ക് തരംതിരിക്കാം. എലമെന്റ്സ് ഓഫ് ബോഡി ലാംഗ്വേജ് into 6, 6 എണ്ണായിട്ട് തരംതിരിക്കാം. യെസ്. എന്നിട്ട് ഇങ്ങനെ ഒരു പിക്ചർ വരയ്ക്കാം. മേലെയും താഴെയും 2 ത്രികോണമായിട്ട് ബന്ധിച്ചാണ്. വലുപ്പത്തിൽ 6 എണ്ണം കൊള്ളുന്നതാണ്. 6 എണ്ണം അതിൻ്റെ അകത്ത് എഴുതാൻ പറ്റണം.
അതിന് 6 തരംതിരിക്കാം. എന്നിട്ട് ഒന്നാമത്തെ എഴുതുക. ഇങ്ങനെയല്ലേ പഠിച്ച? ഒന്നാമത്തെ എഴുതുക പേഴ്സണൽ അപ്പിയറൻസ്. വ്യക്തിപരമായി ഒരു വ്യക്തി എങ്ങനെയാണോ അപ്പിയർ ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്യും. പേഴ്സണൽ അപ്പിയറൻസ്. പി ക്യാപിറ്റല്, അപ്പിയറൻസിലെ എ ക്യാപിറ്റൽ. APPEARANC. പേഴ്സണൽ അപ്പിയറൻസ്. പിന്നെ പോസ്ചർ, നമ്മൾ നിൽക്കുന്നത്. നമുക്ക് എങ്ങനെ നിൽക്കാം? ഒന്നുകിൽ ആന്റീരിയർ പൊസിഷനിൽ നിൽക്കാം, അല്ലെങ്കിൽ പോസ്റ്റീരിയർ പൊസിഷനിൽ നിൽക്കാം, തിരിഞ്ഞു നിൽക്കാം. അപ്പൊ എങ്ങനെയാണോ നമ്മൾ നിൽക്കുന്നത് അതിനനുസരിച്ചാണ് മനസ്സിലാകുക. രണ്ടാമത്തെ പോസ്ചർ, POSTURE, പോസ്ചർ. രണ്ടാമത്തെ കളിയിൽ പോസ്ചർ. മൂന്നാമത്തെ ചിലപ്പം ഗസ്റ്റേഴ്സ്, നമ്മൾ എന്ത് ചെയ്യണേ, ചില നെടുവീർപ്പുകളൊക്കെ ഇടും. അതാണ് ഇതൊക്കെ GESTURES, ഗസ്റ്റേഴ്സ്. നമ്മൾ മുഖം കൊണ്ടൊക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലേ ആയിരിക്കും. ഫേഷ്യൽ എക്സ്പ്രഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻ. മുഖത്ത് വരുന്ന ഭാവമാറ്റം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഐ കോണ്ടാക്ട്, ഐ കോണ്ടാക്ട്. സ്പേസ് ഡിസ്റ്റൻസിങ്, സ്പേസ്, സ്പേസ്, SPACE, സ്പേസ് ഡിസ്റ്റൻസിങ്. അകലത്തിന് പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് ഒരു സ്റ്റാൻഡിന്റെ ഈ ഭാഗത്ത് നിങ്ങളും സ്റ്റാൻഡിന്റെ അപ്പുറം വേറൊരാളുണ്ട്. നിങ്ങൾക്ക് ആടുന്ന് വിളിച്ചറിയാൻ പറ്റുക? അവർ കേൾക്കണേ ചിലപ്പോൾ മൈക്ക് പറയേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് വേണം പറയാം. ആദ്യം അവരെ കണ്ടു വിചാരിക്കാം. എന്താ പറഞ്ഞേ? അല്ല, ഒന്നുകൂടി ഒന്ന് വിശ്വസിച്ചോളൂ. ഞാൻ ഇന്നില്ല എന്നാ പറഞ്ഞേ, മനസ്സിലായില്ല? ഇന്നില്ല, നാളെ ഞാൻ വരും. മനസ്സിലല്ലേ? ഇത് നിങ്ങൾക്ക് ഇത്രയും കാലത്ത് പറഞ്ഞൂടെ? യെസ്. അപ്പൊ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഡിസ്റ്റൻസിനും എന്തുണ്ട്? പ്രാധാന്യമുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് ആരുണ്ടോ? പേഴ്സണൽ അപ്പിയറൻസ്, പോസ്ചർ, ഗസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഐ കോണ്ടാക്ട്, സ്പേസ് ഡിസ്റ്റൻസിങ്. അപ്പൊ ശരിക്കും സത്യസന്ധമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും വലിയ തെളിവാണ് ഐ കോണ്ടാക്ട്. അതാണ് ക്രിമിനോളജിയൊക്കെ, കുറ്റശാസ്ത്ര, പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രതിയോട് സംസാരിക്കുമ്പോൾ കുറ്റം ചെയ്യാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യൂ? അയാൾ കറക്റ്റ് മുഖത്ത് നോക്കി എന്നെ മറുപടിയാണ്. ഈ കള്ളത്തിലുള്ളവർ എന്ത് ചെയ്യുന്നറിയാ? നീ എന്താ വൈകിയേ? അത് ഞാന് ബസ് കിട്ടിയില്ല. ചില കുട്ടികളൊക്കെ ചോദിക്കില്ലേ, എന്താ ദിവസം ഇങ്ങനെ വകുന്നേ? അത് വൈകി, തൂരുരുണ്ടി കളി. മനസ്സിലായി? മറ്റേതെന്താ നേരിട്ട് പറഞ്ഞൂടെ? എന്താ വൈകിയേ? കുറച്ച് എന്താണ് ലേറ്റ് ആയി പോയതാണ്, ഞാൻ സാധാരണ എത്തുന്ന ബസ് എന്താണ് ലേറ്റ് ആയി പോയത്. അങ്ങനെ നമുക്ക് നേരിട്ട് പറയാം. അപ്പൊ സത്യസന്ധമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതും എന്തിലൂടെ തെളിയോ? ഐ കോണ്ടാക്റ്റിലൂടെ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? ഐ കോണ്ടാക്റ്റിലൂടെ ആയിരിക്കണം. ഓക്കെ, അയാളൊന്ന് മനസ്സിലാക്കി. യെസ്, വായിച്ച് ഓടിച്ചോ. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ഇനി അടുത്തൊരു എഡിങ് കൊടുക്കാം. ലാംഗ്വേജ് സ്കിൽസ് എന്ന് എഴുതാം. ലാംഗ്വേജ് സ്കിൽസ്, ലാംഗ്വേജ് സ്കിൽസ്. കിട്ടുന്നില്ല. യെസ്, ലാംഗ്വേജ് സ്കിൽസ്. പ്രധാനമായിട്ടും 4 ലാംഗ്വേജ് സ്കില്ലാണ്. The 4 language skill. സൈഡ് ഹെഡിങ് കൊടുക്കുക. The 4 language skills. ഫോർ ലാംഗ്വേജ് സ്കിൽസ്. എത്ര എണ്ണം ഉണ്ട്? എത്ര പറഞ്ഞേ? 4. അതിലൊന്ന് ഇത്. ഒന്ന്, സ്കിൽ ഓഫ് ലിസണിങ്. സ്കിൽ ഓഫ്
സ്കിൽ ഓഫ്. അടുത്ത എൽ എഴുതുമ്പോൾ ക്യാപിറ്റൽ എഴുതണേ. LISTENING. ലിസ്റ്റണിംഗ് എന്നാണ് എഴുതേണ്ടത്, പക്ഷെ വായിക്കേണ്ടതാണ് ലിസണിങ്. അപ്പൊ സ്കിൽ ഓഫ് ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഉദാഹരണത്തിന് ക്ലാസ്സിൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു പ്രധാന സാധനമാണ് ശ്രദ്ധ. ലിസൺ ചെയ്യാം, എന്താണ് പറയുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതിനാണ് എന്താ പറയാ, സ്കിൽ ഓഫ് ലിസണിങ് ഇല്ലാത്ത കുട്ടികൾ ക്ലാസ്സിൽ ഇരുന്നൊരു കാര്യമില്ല. ഒരു വെറുതെ എങ്ങനെയും അങ്ങനത്തെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, സംസാരിച്ചിരിക്കുക. സ്കിൽ ഓഫ് ലിസണിലുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യോ, കറക്റ്റ് ശ്രദ്ധിക്കും, ലിസൺ. അപ്പൊ ക്ലാസ്സിൽ ലിസൺ ചെയ്താൽ തന്നെ എന്താണ്, ഒരുപാട് പോയിന്റ് നമ്മൾ അറിയാതെ മനസ്സിലാക്കും. 2, സ്കിൽ ഓഫ് സ്പീക്കിംഗ്. ഒന്ന് സ്കിൽ ഓഫ് ലിസണിങ്, സ്കിൽ ഓഫ് സ്പീക്കിംഗ്. 3, സ്കിൽ ഓഫ് റീഡിങ്. നിങ്ങൾ ഫുൾ എഴുതണേ, സ്കിൽ ഓഫ് റീഡിങ്. അടുത്ത സ്കിൽ ഓഫ് റൈറ്റിംഗ്. ഈ 4 എണ്ണമാണ് എന്ത് ലാംഗ്വേജ് സ്കിൽ എന്ന് പറഞ്ഞാൽ. ലാംഗ്വേജ് സ്കിൽ ക്യാൻ ബി ഡിവൈഡ് ഇൻടു 4 elements അല്ലെ. 1 is skill of listening, skill of speaking, skill of reading, skill of writing. Yes. അപ്പോ ഇനി റീഡിങ്, വായിക്കാനുള്ള ഒരു എന്ത് നമുക്ക് ഉണ്ടാകണോ, സ്കിൽ ഉണ്ടാകണം. ഉദാഹരണത്തിന് നമ്മളിപ്പോ വായിക്കാണ്, എങ്ങനെ 2 of these skills namely, ഇങ്ങനെ വായിക്കരുത്. നമ്മൾ വായിച്ച് അതിന് എന്താക്കണം, നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലുവൻസി വരുത്തണം, മനസ്സിലല്ലേ? അങ്ങനെ കറക്റ്റ് എന്താണ് ഫ്ലുവൻസിയിൽ വായിക്കാനുള്ള ഒരു എന്താണ്, അതാണ് സ്കിൽ ഓഫ് റീഡിങ്. സ്കിൽ ഓഫ് റൈറ്റിംഗ്, ഇപ്പൊ നേരത്തെ നിങ്ങൾ സ്കിൽ ഓഫ് റൈറ്റിംഗ് അതാണ്. ഏത് കാറ്റ് എന്ന് എഴുതിയിട്ട് നിങ്ങളോട് എന്ത് പറഞ്ഞു, മദർ എന്ന വാക്കിനെ നിങ്ങളൊന്ന് ഇതാക്കൂ. മദറിൽ എത്ര അക്ഷരമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. അതൊന്ന് സെന്റൻസ് ആക്കൂ. മദറിന് ഞാൻ നോക്കിയിരിക്കും അങ്ങോട്ട് ഓളിന്നെ, കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നല്ലോ, നോക്കിയിരിക്കും. മദറിൽ എം ഉണ്ട്, ഒ ഉണ്ട്, ടി ഉണ്ട്, എച്ച് ഉണ്ട്, ഇ ഉണ്ട്, ആർ ഉണ്ട്. അപ്പൊ അതിൽ ഓരോ വാക്കിനെയും വെച്ച് നിങ്ങൾ ഒരു വാക്ക് ഉണ്ടാക്കുക. എം എന്താണ്, നോക്കിയിരിക്കും. ഒന്ന് കാണിച്ചെടുക്കും. എന്താണ് എം എഴുതിയത്, മാനേഴ്സ് അല്ലെ. യെസ്. അപ്പൊ അതിനെ നമുക്ക് വേണം എന്താണ്, ഒരു സെന്റൻസ് ആക്കി എങ്ങനെ ചെയ്താ കുറച്ചുകൂടി സ്കില്ലാക്കിയ, ഐ ക്യാൻ മാനേജ് ഇറ്റ്. അങ്ങനെ ചെയ്ത് ഇങ്ങനെ, ഐ ക്യാൻ മാനേജ് ഇറ്റ്, എനിക്കത് മാനേജ് ചെയ്യാൻ കഴിയും. അപ്പൊ എം ആയി. അടുത്ത എന്താണ്, ഐ ക്യാൻ ഒബ്സർവ് ഇറ്റ്, എനിക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഐ ക്യാൻ ഒബ്സർവ് ഇറ്റ്. അടുത്ത ടി, ഐ ക്യാൻ, എനിക്കത് പഠിപ്പിക്കാൻ പറ്റും. ഐ ക്യാൻ ടീച്ച് ഇറ്റ്. ഐ ക്യാൻ ടീച്ച് ഇറ്റ്. അടുത്ത നെക്സ്റ്റ്, ഐ ക്യാൻ ഹെൽപ്പ്. ഐ ക്യാൻ ഹെൽപ്പ്, എനിക്ക് സഹായിക്കാൻ കഴിയും. ഐ ക്യാൻ എൻകറേജ് അല്ലെ. എൻകറേജ് എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. യെസ്, ഐ ക്യാൻ എൻകറേജ് ഇറ്റ്. ഐ ക്യാൻ എൻകറേജ് ഇറ്റ്. അപ്പൊ ഡിസ്കറേജ് എന്ന് പറഞ്ഞാലോ, നിരുത്സാഹപ്പെടുത്താം. അടുത്തേ, ഐ ക്യാൻ റെസ്പെക്ട്, എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ കഴിയും. ഇതിലൂടെ നിങ്ങൾ എന്ത് നേടി, റൈറ്റിംഗ് സ്കിൽ നേടി. മനസ്സിലല്ലേ? ഇനിയിപ്പോ ഇതിന് വേണേ ഒരു പേജ് ആക്കി വേണേ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. മനസ്സിലല്ലേ?
ഇങ്ങനെ ഒന്നുകൂടി വ്യാപിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ. അപ്പൊ നിങ്ങൾ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് എന്തുണ്ടെന്ന് അർത്ഥം? എന്തുണ്ട്? റൈറ്റിംഗ് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ട്. ഇനി ഒരു പാറ്റേൺ കൂടി ഉണ്ട്, അതുകൂടി പറയാം. അതിങ്ങനെ ഒരു നേരെ ഒരു വര വരയ്ക്കും. ഇതിവിടെ ഇത് സ്കിൽസ് എന്ന് എഴുതാം. സ്കിൽസ് ഒന്നാമത്തെ എഴുതാ സ്കിൽസ്. യെസ്. ഇനി അടുത്തത് വീണ്ടും ഇങ്ങനെ ഒന്ന് വരയ്ക്കാം. ഇവിടെ ഒന്ന് എഴുതാനുണ്ട്. ഇവിടെ ഒന്നാണ് എടുത്തത്. ഇതൊന്നാമത്തെ ഇത് പ്രൊഡക്റ്റീവ് എന്നത് ഇവിടെ പ്രൊഡക്റ്റീവ്. പ്രൊഡക്റ്റീവ് 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 ആയിട്ടുള്ള കാര്യം എന്താ വരിക സ്കില്ലില്? സ്പീക്കിങ്ങും റൈറ്റിംഗ്. ഇവിടെ സ്പീക്കിംഗ് എഴുതാം. സ്പീക്കിംഗ്, ഇവിടെ റൈറ്റിംഗ്. സ്പീക്കിംഗ്, റൈറ്റിംഗ്.